നമ്മളിന്ന് പറയാൻ പോകുന്നത് ബദാമിനെ കുറിച്ചാണ്. ആദ്യം നമുക്കതിൻ്റെ ഗുണങ്ങൾ നോക്കാം. മസ്തിഷ്കത്തിനും ഓർമ്മശക്തിക്കും വളരെ നല്ലതാണ്. ഒമേഗ 3 വിറ്റാമിൻ ഇ ഉള്ളതിനാൽ ബ്രെയിൻ ഫങ്ഷൻസ് മെച്ചപ്പെടുത്തും. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്നു. ഇതിൽ ഗുഡ് ഫാറ്റ് ഉള്ളതിനാൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കുറയ്ക്കുന്നു. ആന്തരിക പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു. അതിനു കാരണം ഇവയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. ചർമ്മത്തിനും വളരെ നല്ലതാണ്. വിറ്റാമിൻ ഇ ഉള്ളതിനാൽ ത്വക്കിനെ തിളക്കമുള്ളതും ആരോഗ്യവാനുമായി മാറ്റുന്നു. സ്ഥിരമായ ഊർജം നൽകുന്നു. ബദാം കഴിക്കുന്നതിലൂടെ ധാരാളം പ്രോട്ടീൻ, ഫൈബർ, തടിവിളവ് എന്നിവ നൽകുന്നു. അസ്ഥികൾക്കും പല്ലുകൾക്കും കരുത്ത്. ഇവയിൽ കാൽസ്യം, ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു. LDL ചീത്ത കൊഴുപ്പ് കുറയ്ക്കാനും HDL നല്ല കൊഴുപ്പ് കൂട്ടാനും സഹായിക്കുന്നു. ഇത്രയുമാണ് ബദാം അഥവാ ആൽമണ്ടിൻ്റെ ഗുണങ്ങൾ. നമുക്കടുത്തത് ദോഷങ്ങൾ കാണാം. ആൽമണ്ടിൻ്റെ ഇത് അധികം കഴിക്കുന്നതിലൂടെ തടി വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് കൂടുതൽ കഴിക്കുന്നതിലൂടെ കലോറീസ് കൂടും, തടി വർദ്ധിക്കും. ഇത് അളവിന് മേൽ കഴിച്ചാൽ ഗ്യാസ്, വിറയൽ, ഉൽപാദം, വയറുവേദന പോലുള്ള അജീരണ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ബദാമിലുള്ള ഓക്സലേറ്റ് മൂലം കിഡ്നി സ്റ്റോൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കഴിക്കുന്നതിലൂടെ വിറ്റാമിൻ ഇൻ്റെ അളവ് കൂടും. അതിനാൽ തലവേദന, കാഴ്ച തളർച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അലർജിക്കും സാധ്യതയാണ്. ഇതിൽ പറയുന്ന ദോഷങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ദിവസേന പുഴുക്കിയതായിട്ട് ഒരു 5 മുതൽ 6 ബദാം വരെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന്.